Dear students, welcome to Tech Talks. Today we will learn about Math module and Python standard library for handling basic input and output functions. So നമുക്ക് start ചെയ്യാം. What is a module? അതിൻ്റെ definition നോക്കാം. A module is a file containing Python code, typically functions, variables or classes that can be reused in other programs. സോ മോഡ്യൂൾ എന്നത് ഒരു സെപ്പറേറ്റ് ഫയലാണ്. അതിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വേരിയബിൾസ് ആൻഡ് ഫങ്ഷൻസ് ഉണ്ടാകും. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് എക്സാമ്പിൾസ് പറയുമ്പോൾ ക്ലിയർ ആകും. പൈത്തണിൽ ബിൽറ്റിൻ ആയിട്ടുള്ള ഒരുപാട് മോഡ്യൂൾസ് ഉണ്ട്. ബിൽറ്റിൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഫയൽസ് ഓർ മോഡ്യൂൾസ്. ഇത്തരം മോഡ്യൂൾസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് ഓർ ഫങ്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അത്തരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് മാത്ത് മോഡ്യൂൾ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഓഫ് പൈത്തൺ. എൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രൊവൈഡിങ് ഫങ്ഷൻസ് ഫോർ അഡ്വാൻസ്ഡ് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്. ഒത്തിരി ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഫങ്ഷൻസ് നോക്കാം. മാത്തമെറ്റിക്കൽ മോഡ്യൂളിലുള്ള ഫങ്ഷൻസ് ആണ്. math.sqrt ഒരു ഫങ്ഷനാണ്. It is used for calculating square root of a number. Then math.py, it is a variable in math module and it returns the value of pi. Then math.factorial, another function in the math module, and it is used for calculating factorial of a given number. Then math.pow in brackets a comma b. അവിടെ രണ്ട് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, എ കോമ ബി. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് പവർ ഓഫ് എ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, എ ടു ദ പവർ ബി, ദറ്റ് ഈസ് എ റൈസ് ടു ബി. അവിടെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എ കോമ ബി എന്ന് കൊടുക്കാം. അത് എയും ബി എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് ആണ്. ടു യൂസ് ദീസ് ഫംഗ്ഷൻസ് വി ഷുഡ് ഇൻക്ലൂഡ് മാത്ത് മോഡ്യൂൾ ഇൻ യുവർ പ്രോഗ്രാം. അതായത് മാത്ത് മോഡ്യൂൾ എന്നത് ഒരു ബിൽറ്റ് ഇൻ മോഡ്യൂളാണ് ഓർ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള മോഡ്യൂളാണ്. ബട്ട് അത് യൂസ് ചെയ്യാനായിട്ട് വി ഷുഡ് ഇമ്പോർട്ട് ദാറ്റ് പർട്ടിക്കുലർ മോഡ്യൂൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് അവർ പ്രോഗ്രാം. ഇത്തരം ഫങ്ഷൻസിൻ്റെ യൂസേജ് നോക്കണം. ഓപ്പൺ സ്പൈഡർ IDE ആൻഡ് ഗോ ടു ദ എഡിറ്റർ വിൻഡോ. മാത്ത് മോഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ലൈൻ ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക ഇമ്പോർട്ട് മാത്ത്. ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത് മാത്ത് മോഡ്യൂളാണ്. സോ ദാറ്റ് വി ക്യാൻ യൂസ് ഓൾ ദ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഡിഫൈൻഡ് ഇൻ ദ മാത്ത് മോഡ്യൂൾ. നൗ ടൈപ്പ് നം ഈസ് ഇക്വൽ ടു 81. നം എന്ന് പറയുന്ന വേരിയബിളിൽ 81 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു. ആൻഡ് നൗ ടൈപ്പ് എസ് റൂട്ട് ഈക്വൽ ടു മാത്ത് ഡോട്ട്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക, മാത്ത് ഡോട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ, മാത്ത് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മാത്ത് മോഡ്യൂളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും അതേപോലെ തന്നെ കീവേഡ്സും സജഷനായിട്ട് ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് വേണ്ടുന്നത് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫങ്ഷനാണ്. സോ ടൈപ്പ് SQRT ഇൻ റൗണ്ട് ബ്രാക്കറ്റ് വേരിയബിൾ നെയിം. സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു നമ്പർ ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം or give the variable name. Here variable name is num. അതിൻ്റെ മീനിങ് ഇതാണ്. നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 81. 81ൻ്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്ത് റിസൾട്ട് ഈസ് അസൈൻ ടു ദ വേരിയബിൾ എസ് റൂട്ട്. നൗ എസ് റൂട്ടിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാനായിട്ട് ടൈപ്പ് പ്രിൻറ്റ് ഇൻ ഡബിൾ കോട്ട്സ് സ്ക്വയർ റൂട്ട് ഓഫ് നം ഈക്വൽ ടു in the quotes, കോമ, വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. സോ കോമ കഴിഞ്ഞിട്ട് വേരിയബിൾ നെയിം കൊടുക്കുക എസ് റൂട്ട്. സോ അതിൻ്റെ മീനിങ് ഇതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് നം ഈക്വൽ ടു എന്ന സ്ട്രിങ് പ്രിൻ്റ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് ദ കണ്ടൻറ്റ് ഓഫ് വേരിയബിൾ എസ് റൂട്ട് വിൽ ബി പ്രിൻറ്റഡ്. ഓക്കെ, എസ് റൂട്ടിനകത്തുള്ള വാല്യൂ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഫയൽ സേവ് ചെയ്യുക. then run the program. So നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് നം ഈക്വൽ ടു 9. ഓക്കെ,
ഈ പ്രോഗ്രാം ഒന്ന് എഡിറ്റ് ചെയ്യാം. ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് വേരിയബിൾ കൊടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇൻപുട്ട് നമ്പറും കൊടുക്കാം. പാസ് 64 ആസ് ആർഗ്യുമെൻറ്റ്. സേവ് ആൻഡ് റൺ ദ പ്രോഗ്രാം. ചെക്ക് ചെയ്യുക, ഔട്ട്പുട്ട് കറക്റ്റാണ്. അതുപോലെ മാത്ത് മോഡ്യൂളിൽ വരുന്ന മറ്റൊരു വേരിയബിൾ ആണ് പി ഐ. അവിടെ പ്രോഗ്രാം അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് വാല്യൂ ഓഫ് പൈ ഈക്വൽ ടു in the string, then comma, math.py. Pi is a keyword in math module which returns the value of pi. Okay, run ചെയ്യാം. സോ പൈയുടെ വാല്യൂ അവിടെ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റാണ്. നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ കൂടി നോക്കാം. ചേഞ്ച് ദ വാല്യൂ ഓഫ് num to 4 and type fact equal to math.factorial of the variable num. So factorial calculate ചെയ്യാനുള്ള built-in method ആണ് factorial function. നമുക്കറിയാം factorial of n is 1 multiplied with 2 into 3 into 4 into etc. up to n. Factorial of 4 is 1 into 2 into 3 into 4, which will be 24. So ഇങ്ങനെയാണ് factorial of a number calculate ചെയ്യുന്നത്. പ്രോഗ്രാം റൺ ചെയ്യാം. ഓക്കെ, അവിടെ ഫാക്ടോറിയൽ പ്രിൻ്റ് ചെയ്യുന്നില്ല. അതായത് അവിടെ ഫാക്ടോറിയൽ പ്രിൻ്റ് ചെയ്യുന്നില്ല, നമ്മളിവിടെ ഫാക്ട് പ്രിൻ്റ് ചെയ്യാനുള്ള കമാൻഡ് കൊടുത്തിട്ടില്ല. സോ ഐ നീഡ് ടു ഗീവ് ദ കമാൻഡ് ടു പ്രിൻറ്റ്. ടൈപ്പ് പ്രിൻറ്റ് within quotes factorial of num equal to end the quotes comma variable name fact. ഇനി പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുക. ഓക്കെ, റിസൾട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് പവർ ഫംഗ്ഷൻ കൂടി ചെക്ക് ചെയ്യാം. കൺസിഡർ എക്സ് ടു ദ പവർ വൈ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ദ പവർ ഫംഗ്ഷൻ math.pow x comma y, where x and y can be variables or direct numbers. പ്രോഗ്രാം ചെയ്ത് നോക്കാം. എക്സിസ്റ്റിംഗ് പ്രോഗ്രാം തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഗീവ് x ഈക്വൽ ടു 2 ആൻഡ് y ഈസ് ഈക്വൽ ടു 3. Then give one variable name power x underscore y equal to math.pow ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് എക്സ് കോമ വൈ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം, നോ ഇഷ്യൂസ്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിൾ നെയിം പവർ എക്സ് അണ്ടർസ്കോർ വൈ എന്നാണ്. സോ ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം, ബട്ട് ഫംഗ്ഷൻ നെയിം കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം, അതായത് math.pow. ആൻസർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പ്രൊവൈഡ് പ്രിൻറ്റ് ഫംഗ്ഷൻ. പ്രിൻറ്റ് ഇൻ കോഡ്സ് x to the power y equal to end the quotes, then comma, provide the variable name to be printed. നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാനുള്ളത് പവർ എക്സ് അണ്ടർസ്കോർ വൈ എന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ്. സോ പ്രൊവൈഡ് ദാറ്റ് വേരിയബിൾ നെയിം. ആൻഡ് നൗ എക്സിക്യൂട്ട്. ഓക്കെ, റിസൾട്ട് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. 2 to the power 3 is 8. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്ലെയിൻ ദ പൈത്തൺ മാത്ത് മോഡ്യൂൾ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ വിത്ത് എ സാമ്പിൾ പ്രോഗ്രാം. മാത്ത് മോഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യുക, ദെൻ പ്രൊവൈഡ് സാമ്പിൾ ഫങ്ഷൻസ് ആൻഡ് യു ക്യാൻ റൈറ്റ് എ സാമ്പിൾ പ്രോഗ്രാം ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് Python standard library for basic input and output functions. ഇതിൽ print function നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. Print function is a built-in function to display the outputs in the console or to a display device. പ്രോഗ്രാംസ് റൺ ചെയ്യുമ്പോൾ യൂസറിൽ നിന്ന് ഇൻപുട്സ് കളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ്
input function. It prompts the user and waits for them to enter data and it will be collected as a string. യൂസർ എൻട്രി ചെയ്ത എല്ലാ ഡേറ്റയും സ്ട്രിങ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇൻപുട്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ടൈപ്പ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ നെയിം ഇൻപുട്ട് within parenthesis type a prompt within quotes enter a value. Here input is a function used to collect data from the user while running the program. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് യൂസറിൽ നിന്ന്, അതായത് പ്രോഗ്രാമറിൽ നിന്ന് ഇൻപുട്ട് കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻപുട്ട്. എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. ഓക്കെ, അവിടെ നോക്കുക. ഇൻപുട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് അതേപോലെ പ്രിൻ്റ് ചെയ്തു. ദെൻ ദ കമ്പ്യൂട്ടർ ഈസ് വെയിറ്റിംഗ് ഫോർ ദ ഇൻപുട്ട് ഫ്രം ദ യൂസർ. ഓക്കെ, നമുക്കൊരു വാല്യൂ കൊടുത്തു നോക്കാം. ഒരു സ്ട്രിങ് ആണ് കൊടുക്കുന്നത്, റോയ്, ആൻഡ് ഹിറ്റ് എൻ്റർ. ഓക്കെ, സോ ഒരു ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്ത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിൽ സേവ് ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവറിത്തിങ് വിൽ ബി കളക്റ്റഡ് ആസ് എ സ്ട്രിങ്. ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാം. ടൈപ്പ് ഓഫ് വേരിയബിൾ എക്സ് ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ടൈപ്പ് സ്ട്രിങ്. പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുക. നൗ പ്രൊവൈഡ് ദ വാല്യൂ ആസ് നമ്പർ 5. ഓക്കെ, ഇപ്പോൾ അസൈൻ ചെയ്തത് ഒരു നമ്പറാണ്. എക്സിൻ്റെ ഡേറ്റ ടൈപ്പ് ചെക്ക് ചെയ്യാം. ടൈപ്പ് ഓഫ് എക്സ്. സർപ്രൈസിംഗ്ലി ഇറ്റ് റിട്ടേൺസ് ആസ് സ്ട്രിങ്. നമ്പർ അസൈൻ ചെയ്തിട്ടും ഇറ്റ് വിൽ ബി ടേക്കൻ ആസ് എ സ്ട്രിങ്. സോ എൻ്റെ മീനിങ് ഇതാണ്, വാട്ട് എവർ യു എൻ്റർ ഓർ പ്രൊവൈഡ് ഇറ്റ് വിൽ ബി ടേക്കൻ ആൻഡ് സേവ്ഡ് ആസ് എ സ്ട്രിങ്. ഒരു നമ്പർ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാലും ദാറ്റ് വിൽ ബി ടേക്കൻ ആസ് എ സ്ട്രിങ്. അവിടെ ഇൻറ്റീജറായിട്ട് സേവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ഇൻ ഫംഗ്ഷൻ. ഇൻ ഫംഗ്ഷനകത്ത് ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുക്കേണ്ടി വരും. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്ഡേറ്റ് ദ പ്രോഗ്രാം. ഇവിടെ ടൈപ്പ് ഇൻറ്റ് ആൻഡ് വിത്തിൻ പാരാന്തസിസ് പ്രൊവൈഡ് ഇൻപുട്ട് ഫംഗ്ഷൻ. അതിൻ്റെ മീനിങ് ഇതാണ്, വാല്യൂ വിൽ ബി അക്സെപ്റ്റഡ് ആസ് എ സ്ട്രിങ് ദെൻ കൺവേർട്ടഡ് ടു ഇൻറ്റീജർ യൂസിങ് ഇൻ ഫംഗ്ഷൻ. ഇവിടെ ഇൻറ്റിന് പകരം ഫ്ലോട്ട് എന്ന് കൊടുക്കാം. ഫ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്ത സ്ട്രിങ് വേരിയബിളിനെ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യും. എനിവേ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇൻ ഫംഗ്ഷൻ ആണ്. സോ എ സ്ട്രിങ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇൻറ്റീജർ ആൻഡ് അസൈൻ ടു ദ വേരിയബിൾ എക്സ്. റൺ ചെയ്ത് നോക്കാം. പ്രൊവൈഡ് ദ നമ്പർ ആസ് 45 ആൻഡ് ചെക്ക് ദ ഡേറ്റ ടൈപ്പ് ഓഫ് എക്സ്. യെസ്, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഇൻറ്റീജർ. സോ ഇങ്ങനെ വേരിയബിൾ വാല്യൂ ഇൻറ്റീജറിലോട്ട് കൺവേർട്ട് ചെയ്താൽ ഇത്തരം വേരിയബിൾ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻറ്റീജർ അല്ലെങ്കിൽ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ചെക്ക് ചെയ്യാം. അപ്ഡേറ്റ് ദ പ്രോഗ്രാം. ടൈപ്പ് എ വേരിയബിൾ. ഞാനിവിടെ കൊടുക്കുന്ന വേരിയബിൾ സ്ക്വയർ എന്നാണ്. സ്ക്വയർ ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ്. ദാറ്റ് ഈസ് ഐ ആം കാൽക്കുലേറ്റിംഗ് ദ സ്ക്വയർ ആൻഡ് സേവ്ഡ് ഇൻ ദ വേരിയബിൾ സ്ക്വയർ. Now I can display the variable square using print function. Print within quotes square of x equal to quotes end ചെയ്യുക, കോമ വേരിയബിൾ നെയിം. ഇവിടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള വേരിയബിൾ എന്ന് പറയുന്നത് സ്ക്വയർ എന്നാണ്. സോ സ്ക്വയർ എന്ന് കൊടുക്കുക. സ്ക്വയറിനകത്തുള്ള വാല്യൂ വിൽ ബി ഡിസ്പ്ലേഡ്. Enter the value as 5. Then it will display the result as square of x equal to 25. മറ്റൊരു കാര്യം, പ്രിൻ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം യൂസിങ് എഫ് സ്ട്രിങ്സ് ഓർ ഫോർമാറ്റഡ് സ്ട്രിങ് ലിറ്ററൽസ്. പ്രോഗ്രാം ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്. പ്രിൻ്റ്, ദെൻ ടൈപ്പ് എഫ്, സ്മോൾ ലെറ്റർ എഫ് ഓർ ക്യാപിറ്റൽ ലെറ്റർ എഫ് കൊടുക്കാം. എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫോർമാറ്റഡ് സ്ട്രിങ്. Then double quotes square of x
അവിടെ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എക്സ് വേരിയബിൾ കേർലി ബ്രേസിനകത്ത് കൊടുക്കാം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ വേരിയബിൾ. അപ്പോൾ ഒരു ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേർലി ബ്രേസിനകത്ത് കൊടുക്കുന്നത് ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ വേരിയബിൾ. So that it will be treated as a variable and display the content of x. Then അത് കംപ്ലീറ്റ് ചെയ്യാം. ഈക്വൽ ടു വിത്തിൻ കേർലി ബ്രേസസ് സ്ക്വയർ. പക്ഷെ അവിടെ ഫോമാറ്റഡ് സ്ട്രിങ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ്ങിൻ്റെ അകത്ത്, അതായത് ഡബിൾ കോട്ട്സിനകത്ത് വേരിയബിൾ വാല്യൂസ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ കേർലി ബ്രേസിനുള്ളിൽ വേരിയബിൾ നെയിം കൊടുക്കണം. ഫോമാറ്റഡ് സ്ട്രിങ് കൊടുക്കുമ്പോൾ സ്ട്രിങ്ങിന് മുമ്പ് എഫ് എന്നും ടൈപ്പ് ചെയ്യണം. ഓക്കെ, നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്പർ കൊടുത്തു നോക്കാം. എൻ്റർ ദ വാല്യൂ ആസ് 50. ഓക്കെ, ആൻസർ കറക്റ്റാണ്. എക്സാംസിന് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എഴുതാനാണ് ചോദിക്കുന്നത്. കുറച്ചുകൂടി പ്രോഗ്രാംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. Back to the presentation. Basic input-output example. ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. Explain the standard input and output function in Python and also provide the syntax with example. Formatted printing ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻ. ഈ പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഫോമാറ്റഡ് സ്ട്രിങ്സ് ഇൻ പൈത്തൺ അതും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കൺവെർട്ടിംഗ് യൂസർ ഇൻപുട്ട് ടു ന്യൂമറിക് ടൈപ്സ്. ഇൻപുട്ട് ഫങ്ഷൻ യൂസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് സ്ട്രിങ് ഫോമിലാണ്. അതിനെ ഇൻറ്റീജറായിട്ട് കൺവെർട്ട് ചെയ്യുന്ന രീതി നമ്മൾ ഓൾറെഡി കണ്ടു. ഫ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തും ഇൻപുട്ടിനെ ന്യൂമറിക് ടൈപ്പിലോട്ട് കൺവെർട്ട് ചെയ്യാം. ഫ്ലോട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ സ്ട്രിങ് വിൽ ബി കൺവേർട്ടഡ് ടു ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ്. ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഡീഫോൾട്ട് ഡേറ്റ ടൈപ്പ് റിട്ടേൺഡ് ബൈ ദ ഇൻപുട്ട് ഫംഗ്ഷൻ ആൻഡ് ഹൗ ക്യാൻ യു കൺവേർട്ട് ദിസ് ഡേറ്റ ടു ന്യൂമറിക് ഡേറ്റ ടൈപ്പ്? Additionally, explain the importance of converting input to a numeric data type in programming. ഇപ്പോൾ ഡിഫോൾട്ട് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. സ്ട്രിങ്ങിനെ നമുക്ക് ന്യൂമറിക് ഡേറ്റ ടൈപ്പിലോട്ട് കൺവെർട്ട് ചെയ്യാം യൂസിങ് ഇൻറ്റ് ഓർ ഫ്ലോട്ട് ഫംഗ്ഷൻ. ഈ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒരു സാമ്പിൾ പ്രോഗ്രാം കൂടി മറക്കാതെ എഴുതാൻ ശ്രദ്ധിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെയായിരിക്കും ചോദിക്കുക: റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ സർക്കിൾ യൂസിങ് മാത്ത് മോഡ്യൂൾ ഫങ്ഷൻസ്. ഇത്തരത്തിൽ പ്രോഗ്രാംസ് എഴുതാനായിട്ട് എക്സാമിന് ചോദിക്കും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് വളരെ ബ്രീഫായിട്ട് അതിൻ്റെ ലോജിക്ക് എഴുതണം. ബിക്കോസ് പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ലോജിക്കിന് മാർക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ലോജിക്ക് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു പ്രോഗ്രാം സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് ദ റേഡിയസ് ഫ്രം ദ യൂസർ ആൻഡ് കൺവേർട്ട് ടു ന്യൂമറിക് ടൈപ്പ്. അതായത് നിങ്ങൾക്കറിയാം സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ πr². ഇവിടെ r ഈസ് എ റേഡിയസ്. അതായത് റേഡിയസിൻ്റെ വാല്യൂ റിസീവ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സ്റ്റെപ്പ് 2, കാൽക്കുലേറ്റ് ദ ഏരിയ യൂസിങ് ഫോർമുല, ദറ്റ് ഈസ് πr². ഇവിടെ പൈയുടെ വാല്യൂ 3.14 ഡയറക്റ്റ് അസൈൻ ചെയ്യാം, ഓർ വി ക്യാൻ യൂസ് math.py to retrieve the value of pi. Then r², that is r to the power of 2. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പവർ ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യാം. r × r എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് പവർ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യനിൽ മാത്ത് മോഡ്യൂൾ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ വി ക്യാൻ യൂസ് ദ പവർ ഫംഗ്ഷൻ. ഫൈനലി പ്രിന്റ് ദ റിസൾട്ട് യൂസിങ് പ്രിന്റ് ഫംഗ്ഷൻ. ആക്ച്വലി ഇങ്ങനെ സ്റ്റെപ്സ് ആയിട്ട് ലോജിക് എഴുതുന്നതാണ് ആൽഗോരിതം. നമുക്ക് പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Since we are going to use math functions, import the math module, import math
Then accept the radius while running the program. That is radius equal to float of input function. ഒരു മീനിങ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കാം. അതായത് നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അതേപോലെ പ്രിന്റ് ചെയ്തിട്ട് ഇറ്റ് വിൽ വെയിറ്റ് ഫോർ ദ ഡേറ്റ ഫ്രം ദ യൂസർ. ഓക്കെ, പ്രോംപ്റ്റ് അതേപോലെ പ്രിന്റ് ചെയ്യും. നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ടിന് വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള പ്രോഗ്രാം റൺ ചെയ്യൂ. After receiving the radius, we can calculate the area of circle. So area equal to math.py into radius എന്ന് കൊടുക്കാം. ബട്ട് മാത്ത് മോഡ്യൂൾസ് യൂസ് ചെയ്യാൻ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കണം. math.py into r to the power of 2. That is power of radius comma 2. That is pi r square. Now we can print the output in formatted string. Print within the parenthesis formatted string f, then double quotes, area of circle with radius. Then radius എന്ന് പറയുന്ന വേരിയബിൾ അവിടെ കർലി ബ്രേസിനകത്ത് കൊടുക്കുക. ദെൻ ഏരിയ പ്രിന്റ് ചെയ്യണം. സോ അതിനായിട്ട് ഏരിയ എന്ന് പറയുന്ന വേരിയബിൾ കർലി ബ്രേസിനകത്ത് കൊടുക്കുക. Now run the program and enter the radius as 3. Here area of circle with radius 3 is 28.2743 etc. ഈ റിസൾട്ട് കുറച്ചുകൂടി റൗണ്ട് ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. വേരിയബിൾ ഏരിയ, അതിനുശേഷം കോളൻ കൊടുക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 2 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ചെയ്യാനാണ്. സോ ഇങ്ങനെ കൊടുക്കുക 0.2f, that is decimal part formatted with 2 decimal places. ഒന്നുകൂടി റൺ ചെയ്യാം. ഇൻപുട്ട് കൊടുക്കുക ആൻഡ് ഇറ്റ്സ് വർക്കിംഗ്. 2 പ്ലേസിന് അവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഡെസിമൽ പാർട്ട് 2 പ്ലേസിന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അവിടെ 3 പ്ലേസിന് റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം 0.3f. ഓക്കെ, അത് ഓപ്ഷനിലാണ്. നമുക്ക് ഇങ്ങനെയും പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. And next question is, write a Python program to find the hypotenuse of a right angle triangle. 2 sides of the triangle, that is height and base അറിയാമെങ്കിൽ we can calculate the hypotenuse as square root of height square plus base square. ഈ ഒരു ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് get the lengths of sides A and B. A and B എന്ന് പറയുന്ന height and base. Okay. Then second step, calculate the hypotenuse using the equation, that is square root of height square plus base square. Then step 3, display the result. So algorithm part ഇതാണ്. സോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 സ്റ്റെപ്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് പ്രോഗ്രാമിലോട്ട് കൺവെർട്ട് ചെയ്യാം. നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഇമ്പോർട്ട് മാത്ത് മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാണ്. Then accept height and base from the user and save it in variables height and base respectively. String type float ആയിട്ട് കൺവെർട്ട് ചെയ്യുകയും വേണം. അവിടെ വേരിയബിൾസ് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്യുക. Accepting the variable's value through input function. Then type a variable hypotenuse equal to square root calculate ചെയ്യാണ്. So we can use square root function which is defined under math module. So type math.sqrt within the bracket, that is square root of height square plus base square എന്നാണ്. So within parenthesis കൊടുക്കുക power of POW power function within brackets height comma 2, അതായത് height square calculate ചെയ്യുന്നു. height square plus power of power function base square ആണ്. So base comma 2. Round bracket end ചെയ്യുന്നു. That is hypotenuse is equal to
സ്ക്വയർ റൂട്ട് ഓഫ് ഹൈറ്റ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. സോ ഹൈപ്പോട്ടന്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്യാനാണ്. ഡിസ്പ്ലേ ദ റിസൾട്ട്, പ്രിൻറ്റ് ദ വാല്യൂ. വളരെ സിമ്പിളായിട്ട് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ഫോർമാറ്റഡ് സ്ട്രിങ് ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു വേരിയബിൾ നെയിം ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് കേർലി ബ്രേസിനകത്ത് കൊടുക്കുക. സോ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ വേരിയബിൾ ആൻഡ് ഡിസ്പ്ലേ ദ വാല്യൂ ഓഫ് വേരിയബിൾ. എക്സിക്യൂട്ട് ചെയ്യാം. ഹൈറ്റ് ആൻഡ് ബേസിന് വാല്യൂ കൊടുക്കാം. റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെരിഫൈ ചെയ്ത് നോക്കാം. ആൻഡ് ഇറ്റ്സ് കറക്റ്റ്. സോ ഡെസിമൽ പ്ലേസസ് റൗണ്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാം. ദറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ്, ദെൻ കോളൻ. 2 പ്ലേസിനാണ് റൗണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, 0.2f. നൗ റൺ ഇറ്റ് അഗെയിൻ. ആൻഡ് റിസൾട്ട് 2 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതായത് ദ പ്രോഗ്രാം ഷുഡ് ആക്സെപ്റ്റ് ദ പ്രിൻസിപ്പൽ amount, annual interest rate, time in years, and number of times interest is compounded per year. ഇനി അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. So get inputs, calculate the amount using formula, and display the result. So ഈ ഒരു ഇക്വേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. എറേഴ്സ് വരുന്നത് കുഴപ്പമില്ല, ബട്ട് അത് തനിയെ ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുക. ദെൻ ഓൺലി യു ക്യാൻ ഇംപ്രൂവ് യുവർ കോഡിംഗ് സ്കിൽസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെയിൽ അയക്കാം. I will try to help. Another question. Write a program to calculate the factorial of a given number. അവിടെ math.factorial ഫംഗ്ഷൻ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഫാക്ടോറിയൽ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു പ്രോഗ്രാമായിട്ട് അത് എഴുതുക, കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. ഇതുപോലുള്ള പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഏത് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് അതിൻ്റെ ലോജിക് എക്സ്പ്ലെയിൻ ചെയ്യണം. വളരെ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. സ്റ്റെപ്പ് വൈസ് എഴുതിയാൽ മതി. ദെൻ യു നീഡ് ടു റൈറ്റ് ദ കോഡ്. ദറ്റ്സ് എ പ്രോഗ്രാം. ഓക്കെ, ഇന്ന് കവർ ചെയ്ത ലെസൺസിൽ നിന്നുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ PDF ഫോമാറ്റിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങളത് ചെക്ക് ചെയ്യുക. ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് സെഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.